എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയുടെ MES സെൻട്രൽ വാട്ടർ എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ സ്കിൽ ഡെവലപ്മെന്റ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ നേവൽ മെറ്റൽ മാനേജ്മെന്റ് സർവീസ്, ഡിഫൻസ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് തുടങ്ങിയ ധാരാളം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെന്റിലേക്ക് 16 ഒക്ടോബർ 2025 ലാസ്റ്റ് ഡേറ്റ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് റിക്രൂട്ട്മെന്റിന് UPSCയുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. UPSCയുടെ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 16 ഒക്ടോബർ 2025 ലാസ്റ്റ് ഡേറ്റ്. റിക്രൂട്ട്മെന്റിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 474 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. 474 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗ്രൂപ്പ് A സർവീസ് ഉണ്ട്, ഗ്രൂപ്പ് A ഓർ B സർവീസ് പോസ്റ്റ് ഉണ്ട്. ഗ്രൂപ്പ് A ഓർ B സർവീസ് പോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റും എക്സാം സെൻറ്ററൊക്കെ നോക്കാം. എക്സാം സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കൊച്ചിയും തിരുവനന്തപുരമാണ്. മെയിൻസിന് സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാൽ മെയിൻസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. റിക്രൂട്ട്മെൻറ്റിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സ് വരെ അണ്ടർ റിസർവ്ഡിനും 33 വയസ്സ് വരെ OBCക്കും 35 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 ജാനുവരി 1996 1 ജാനുവരി 2005 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്നാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ 200 രൂപ ഫീസ് ഉണ്ട്. UPSC സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്